അങ്ങനെ ഇന്നത്തെ അൺബോക്സിംഗ് ആണ് PlayStation 5. കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ സാധനമാണ് PlayStation 5. ഇത് ഇത്ര നാൾ സോണിയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഒരു മാസം ഏകദേശം വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് പോയരോ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായി. അങ്ങനെ ഇതൊരു ഡിസ്ക് വേർഷനാണ്. PlayStation ഡിജിറ്റൽ വീട്ടും ഡിസ്ക് വേർഷനും കിട്ടും. ഇത് ഡിസ്ക് വേർഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു കൺട്രോളറും ഒരു ഗെയിമും വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ പറയുന്നുണ്ട് PlayStation 5 ഒരു വയർലെസ് കൺട്രോളർ, ബേസ്, HDMI കേബിൾ, പവർ കോഡ്, USB കേബിൾ, ഒരു ഗെയിമും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ആസ്ട്രോസ് പ്ലേ റൂം ബൈ ഡീഫോൾട്ട് എല്ലാ PlayStationലും ഉണ്ടാവും. പിന്നെ പോരാണെങ്കിൽ ഹൊറൈസൻ്റെയും കിട്ടിയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. അങ്ങനെ ഇത് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് അല്ലേ, പുറത്തേക്ക് ആകെ ഒരു ചെറിയൊരു പ്രിൻറ്റ് പാക്കിംഗ് ആണ്. മെയിൻ ബോക്സാണ് നമ്മളിപ്പോൾ പുറത്തെടുക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ലോഗോ PlayStation 5. ഇത് നമുക്ക് കടത്തിയിട്ട് അങ്ങ് പൊന്തിക്കാം, എന്നാലാ ഇത് മര്യാദക്ക് എടുക്കാൻ പറ്റും. ഇതാണ് PlayStation 5 നേരെ മേലെ കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ കേബിൾസും കാര്യങ്ങളും കൺട്രോളർ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് അപ്പോൾ ഇത് തുറന്ന് നോക്കാം നമുക്ക് ആദ്യം. ഈ കാണുന്നതാണ് കൺട്രോളർ, ഗെയിം. ഇപ്പോൾ കൺട്രോളർ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് കൺട്രോളറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് പല കളറും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് വൈറ്റാണ്. ബട്ടൺസും എല്ലാം നോർമൽ നമ്മൾ സ്റ്റാൻഡേർഡ് കൺട്രോളർ. ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിനാൽ ഇതല്ല, A എന്നാണ് ഈ സീരിയൽ നമ്പർ എൻഡിങ് A ആണ്. അത് ലേറ്റസ്റ്റ് വേർഷനാണ്. കൺട്രോളിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇൻറ്റേർണൽസിന്. ലേറ്റസ്റ്റ് A എന്ന് പറയും. അത് ശ്രദ്ധിച്ച് നോക്കാം. പഴയ മോഡൽ കിട്ടുമ്പോൾ അത് A എന്നുണ്ടാവും, ഒരു നമ്പറാണ് 1 എന്നാറ്റും. പിന്നെ ഇത് പവർ കേബിൾ. UAE വേർഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പിന്നാണ്. US ആണെങ്കിൽ വേറെ പിന്നായിരിക്കും. ഇത് വയർലെസ് കൺട്രോളർ ചാർജ് ചെയ്യേണ്ട ഒരു കേബിളാണ്. ഇതും PlayStation 5 ആയിട്ട് കണക്ട് ചെയ്യും, ചാർജും ചെയ്യും. അതിന് ഫസ്റ്റ് ടൈം അത് ഉപയോഗിക്കണം. ഇത് കോംപ്ലിമെൻ്ററി ഗെയിം, ഹൊറൈസൻ്റെ ഒരു ഗെയിം കിട്ടിയിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്, ഫോർബിഡൻ വെസ്റ്റ്. ഒരു വെല്ലൻ്റെ ഗെയിമാണ്, അത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ. കാറ്റലോഗ്, ഇത് ഇംഗ്ലീഷ് മാനുവൽ, പിന്നെ വേറൊരു ഗൈഡും ഉണ്ട്. വേറെ ഭാഷൻ്റെ ചിലപ്പോൾ അറബി ആയിരിക്കും. അങ്ങനെ 2 മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇത് ബേസാണ്. ഇതിൻ്റെ മേലെ നമ്മൾ PlayStation 5 കണക്ട് ചെയ്യേണ്ടത്. ഇതാണെങ്കിൽ നമ്മൾ HDMI കേബിൾ, മെയിൻ കേബിൾ, TV-യോട് കണക്ട് ചെയ്യുന്ന കേബിളാണിത്. ഇതിൻ്റെ കൂടെ ബോക്സിൽ തന്നെ വരുന്നുണ്ട് HDMI കേബിൾ, PlayStation 5 കൺസോൾ ആൻഡ് HDMI. ഇത് ബേസാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ഈ PlayStation 5 കുത്തിയിട്ട് വെക്കേണ്ടത്. നേരെയും വെക്കുക, ഹൊറിസോണ്ടലും വെക്കുക. എങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും ഈ ബേസ് സ്റ്റേഷൻ്റെ മേലെ ആയിരിക്കണം ഇത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി മെയിൻ സാധനം പുറത്തെടുക്കാം. നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU പുറത്തെടുക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റ് വേർഷൻ. ഇതിപ്പോൾ നമുക്ക് വൈറ്റിലാണ് കിട്ടിയിട്ടുള്ളൂ. വേറെ ഓപ്ഷനൊന്നും ഇവിടെ UAE വാങ്ങാൻ കിട്ടുന്നില്ല. ബൈ ഡീഫോൾട്ട് വൈറ്റ് തന്നെ. പക്ഷേ അവർ വെബ്സൈറ്റിൽ പോയ പല കളറും അവർ പറയുന്നുണ്ട്, ബ്ലൂ, ബ്ലാക്ക്, റെഡ് എല്ലാം. ഇത് ഡിസ്ക് വേർഷനാണ്. അതാണ് ഇവിടെ ഒരു ഡിസ്ക് കാണുന്നത്. മുന്നിൽ തന്നെ USB-C, USB-A പോർട്ടുണ്ട്. 2 ബട്ടണും ഉണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇനി ഈ ചിഹ്നം കണ്ട് തന്നെ മനസ്സിലായി TRA നമ്മൾ UAE സർട്ടിഫൈഡ് ആണ്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ബാക്ക് സൈഡിൽ 2 USB-A, ഒരു ഈത്തർനെറ്റ് പോർട്ട്, ഒരു HDMI പോർട്ട്, പിന്നെ പവർ കണക്ഷൻ പോർട്ട്. കൂളിംഗ് വെൻസ് കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് ബേസ് സ്റ്റേഷൻ. ഇതാണ് മെയിൻ സാധനം. ഇതിന് മേലെയാണ് നമ്മൾ PlayStation 5 വെക്കേണ്ടത്. അത് നമ്മൾ പൊന്തിച്ച് വെക്കുകയാണെങ്കിലും ഫ്ലാറ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കണം.
ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഇതണ്ട ആ സ്ക്രൂ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ സ്ക്രൂ ആണ് നമ്മൾ PlayStation 5 ഉള്ളിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് പിടിച്ച് വെക്കുന്നത് ബേസ് സ്റ്റേഷൻ്റെ മേലെ. അതങ്ങ് വെള്ളമോടങ്ങ് പുറത്തിട്ടാൽ മതി. അപ്പോൾ ഇനി അത് നമുക്ക് PlayStation 5 കണക്ട് ചെയ്യാൻ നോക്കാം. ഈ PlayStation 5 അടിഭാഗത്ത് ഈ റൗണ്ട് സർക്കിൾ ഉണ്ട്. അത് നമ്മൾ കൈയോടെ തന്നെ പുറത്തെടുക്കാനുള്ളൂ, സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഈ സാധനം കാണാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ലോട്ട് ഉണ്ടായിന്, അതതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. വളരെ ചിന്തിച്ചിട്ട് അവർ ഉണ്ടാക്കിയൊരു സാധനം പോലെ ഉണ്ട് ഇത്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇപ്പം ഇത് ഞാൻ വേർട്ടിക്കലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വേർട്ടിക്കലായിട്ട് വെക്കും. വേർട്ടിക്കലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചിട്ട് അടങ്ങ് ഫിറ്റാക്കിയാൽ മതി. അത് ആ സൈഡിൽ മര്യാദക്ക് അതിന് കൊളുത്തണം ഇതുപോലെ. ഈ ആംഗിളൊന്ന് ബെറ്ററായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ആ സ്ക്രൂ ഇട്ടങ്ങ് ഉള്ളിൽ കയറ്റിയാൽ മതി. പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്ക്രൂ ആണിത്, മെറ്റലല്ല. അപ്പോൾ ഇത് ഈ സ്ക്രൂ ഡ്രൈവറോട് നമ്മൾ തിരിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഒരു കല വന്നിട്ടുണ്ട് ഓൾറെഡി. 2500 dirhams കൊടുത്തിട്ടാണ് ഈ PlayStation 5 വാങ്ങിയിട്ടുള്ളത്. വില കൂട്ടിയിട്ടുണ്ട് അവർ, പ്രാവശ്യം 200 dirham കൂട്ടിയിട്ടുണ്ട്. ഡിമാൻഡുള്ളതുകൊണ്ട് സാധനം കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബേസ് സ്റ്റേഷൻ്റെ മേലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ PlayStation 5. ഇത് നമ്മളിനി ഫസ്റ്റ് ചെയ്യുന്നത് പവർ കൊടുത്തിട്ട് HDMI കേബിൾ കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആ വയർലെസ് കൺട്രോളിൻ്റെ ആ കേബിളില്ലേ അത് എടുത്തിട്ട് ഇതിനുള്ളിൽ കുത്തണം. അപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങും, കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അവർ. നമ്മൾ ഓണാക്കിയ അവിടെ ഫസ്റ്റ് കാണുന്ന സീനാണ് TV-യിൽ. അപ്പോൾ ഇത് കണക്ട് ചെയ്യുക, ആ PlayStation 5 ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങും. ഓൾ റൈറ്റ്, താങ്ക് യു ഫോർ വ്യൂയിങ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.